ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമാനാസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ്, മാർബിൾ പുഡിങ്. ഇത് വളരെ ടേസ്റ്റിയും തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 3 tablespoon cocoa powder, 3 teaspoon custard powder, 2 teaspoon corn flour, 2 tablespoon sugar, half tin condensed milk, 3 കപ്പ് പാല്, 5 ഗ്രാം ചൈന ഗ്രാസ്. അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് ബിസ്ക്കറ്റ്. ആദ്യമായി 1 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ തീയിൽ കുറുക്കിയെടുക്കണം. ഇതുപോലെ ചെയ്താൽ നമുക്ക് കൊക്കോ പൗഡർ ഒക്കെ കട്ട പിടിക്കാതെ മിക്സായി കിട്ടും. ഇനി ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടുമാറുവാൻ വേണ്ടി വെക്കാം. ഇനി പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാം. അതിനു വേണ്ടി നേരത്തെ തയ്യാറാക്കിയ കൊക്കോ പൗഡറിൻ്റെ ക്രീമും ആവശ്യത്തിന് ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. ഓരോ ബിസ്ക്കറ്റും കൊക്കോ ക്രീമിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിൽ ഇങ്ങനെ നിരത്താം. മുഴുവനായിട്ട് ഇതുപോലെ ഫിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. അതായത് ബിസ്ക്കറ്റൊക്കെ കൊക്കോ ക്രീമിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നല്ലതിൽ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കിയുള്ള കൊക്കോ ക്രീം നമുക്ക് മാറ്റി വെക്കണം. ഇനി സെക്കൻഡ് ലെയർ അത് കസ്റ്റേർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യണം. ഇത് 5 ഗ്രാം ചൈന ഗ്രാസാണ്. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. കോൺഫ്ലവറും അതുപോലെ കസ്റ്റേർഡ് പൗഡറും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാല് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് പാൽ ഇതേ മാറ്റി വെക്കുന്നുണ്ട്. പാല് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ ഹാഫ് ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇഷ്ടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കോൺഫ്ലോർ ഇതുപോലെ പാലിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനി തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ കസ്റ്റേർഡ് പൗഡറും ഇതുപോലെ പാലിൽ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതും ആഡ് ചെയ്യാം. ഇനി കൈവിടാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നല്ലപോലെ കട്ട പിടിക്കും. നല്ല ശ്രദ്ധിക്കണം, ചെറിയ തീയിലായിരിക്കണം. തിക്കാവുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കസ്റ്റേർഡ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറുതായി ചൂടാറിയ ശേഷം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റിന് മുകളിൽ കസ്റ്റേർഡ് ഒഴിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ ചോക്ലേറ്റിൻ്റെ ക്രീം ഈ കസ്റ്റേർഡിൻ്റെ മുകളിൽ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് സ്ട്രെയിൻ ചെയ്യാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഓരോ ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം.